അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സാമിനേഷൻ ഈ മാസം 27 മുതൽ നടക്കും, ജനുവരി വരെ. ഈ മാസം 27 മുതൽ അടുത്ത വർഷം ജനുവരി വരെ പരീക്ഷയുണ്ടെന്നുള്ള കാര്യം, അത്രയധികം കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷയാണ്. സോ അതുവരെ പരീക്ഷയുണ്ടെന്നുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ മികച്ചൊരു അവസരവും കൂടിയാണിത്. അപ്പോൾ അതിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് 19-ാം തീയതിയോടുകൂടി ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. 18-ാം തീയതി നമ്മൾ ഇതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് അനൗൺസ് ചെയ്തത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ്. സോ ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സീരിയൽ നമ്പർ 08/2024 വാരിയസ് പോസ്റ്റ് ഇൻ ലെവൽ 1, അതായത് നമ്മുടെ ഗ്രൂപ്പ് ഡി പോസ്റ്റിനാണ്, റെയിൽവേൻ്റെ തന്നെ RRBൻ്റെ തന്നെ ഗ്രൂപ്പ് ഡി പോസ്റ്റാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. സീരിയൽ നമ്പർ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ എക്സാമിനേഷൻ സിറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. ചെക്ക് ചെയ്യാനായിട്ട് എവിടെയാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഗ്രൂപ്പ് ഡിൻ്റെ പരീക്ഷ നടക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു 27-ാം തീയതി മുതൽ നടക്കുകയാണ്. അപ്പോൾ അതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. PDF മെറ്റീരിയലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട്. അതിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അവിടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടീം തന്നെ കംപ്ലീറ്റ് ഗൈഡ് ലൈൻസും സപ്പോർട്ടും തന്നിട്ട് നിങ്ങൾക്കത് കൃത്യമായിട്ട് എത്തിക്കുന്നതാണ്. പരീക്ഷ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കി മനസ്സിലാക്കി. പരീക്ഷയ്ക്ക് 4 ദിവസം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് കിട്ടില്ല, അത് ഞാൻ എടുത്ത് പറയുന്നുണ്ട്. കാരണം ഒരുപാട് പേര് ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് കിട്ടുമെന്ന് കരുതി അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പോകുന്നവരുണ്ടാകാം. തുടക്കക്കാരൊക്കെ ഒരുപാട് പേരുണ്ടാകാം. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് കിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോണിൽ എന്ത് ചെയ്യുക, കയറി നോക്കുക. നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾ എത്തിച്ചേരും. അപ്പോൾ ആദ്യം അവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. രജിസ്ട്രേഷൻ നമ്പർ അറിയില്ലെന്നാണെങ്കിൽ നമ്മുടെ RRBൻ്റെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള വെബ്സൈറ്റില്ലേ, RRB അപ്ലൈ, ആ ഒരു വെബ്സൈറ്റില്ലേ, അതിൽ കയറിയിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഹിസ്റ്ററി, ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയിൽ ഇതേ സീരിയൽ നമ്പറിലുള്ള പോസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും, രജിസ്റ്റർ നമ്പർ കാണാൻ സാധിക്കും. അതുകൊണ്ടായിട്ട് ഇവിടെ കോപ്പി ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള പ്രിൻ്റ് ഔട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലും ഉണ്ടാവും. അപ്പോൾ ആ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ, എന്തെങ്കിലും അല്ല, നമ്പർ, അക്കങ്ങൾ, അല്ല ആൽഫബറ്റ് കാണാറില്ല, പൊതുവേ അക്കങ്ങളാണ് ഇവിടെ കാണാറുള്ളത്. അപ്പോൾ ആ അക്കങ്ങൾ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്തിട്ട് ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്താൽ നിങ്ങളുടെ പരീക്ഷ എപ്പോഴാണ്, എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ടാണ് ഇപ്പം നിലവിൽ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ആ പരീക്ഷാ ഡേറ്റിൻ്റെ 4 ദിവസം മുമ്പ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. 4 എന്ന് പറഞ്ഞാലും ചിലപ്പോൾ 3 ദിവസത്തിൻ്റെ മുന്നൊക്കെയാണ് കിട്ടാറുള്ളത്. അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. സോ ഇപ്പോൾ സൈറ്റിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ രാവിലെ തന്നെ ചെക്ക് ചെയ്ത് കിട്ടുന്നില്ലെന്നാണെങ്കിൽ കുറച്ച് അല്പസമയങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഒരുപാട് ടൈമായിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് പലർക്കും ഇത് കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങൾ കേട്ടിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യുക. വന്നിട്ട് കുറച്ചായി, അപ്പം കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം എന്ത് ചെയ്യുക, ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. കുറച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്. കാരണം സൈറ്റിന് അത്യാവശ്യം ഇത് വന്നപാടും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇത് കയറി ചെക്ക് ചെയ്യുന്നതാണ് ഈ സംഭവം. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ടാവും. ഇപ്പോൾ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. മാക്സിമം സുഹൃത്തുക്കളിൽ ഇത് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട.